പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഏവർക്കും പതേകാട് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് മതബോധന കേന്ദ്രത്തിന്റെ തിരുനാൾ ആശംസകൾ. തിരുസഭാ പ്രബോധനങ്ങളിലൂടെ പല കാലങ്ങളായി ദൈവം വെളിപ്പെടുത്തിയ 4 മരിയൻ വിശ്വാസ സത്യങ്ങൾ ഇവയാണ്. മറിയം ദൈവമാതാവാണ്, അമ്മ നിത്യകന്യകയാണ്, അമലോത്ഭവയാണ്, സ്വർഗാരോപിതയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മരണത്തെക്കുറിച്ച് ബൈബിളിൽ പരാമർശങ്ങൾ ഒന്നും തന്നെയില്ല. എന്നിരുന്നാലും പിതാവായ ദൈവത്തിന്റെ പുത്രി, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയും പുത്രനായ ദൈവത്തിന്റെ മാതാവുമായ മറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് ആദ്യം മുതലുള്ള ഒരു വിശ്വാസ സത്യമാണ്. മരണം പാപത്തിന്റെ ഫലമാണ്. ഉത്ഭവപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും മുക്തിയായവൾ എന്ന നിലയിൽ മറിയം മരണം എന്ന ഉറക്കത്തെ മറികടന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പരാമർശിക്കുന്ന സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട സ്ത്രീ അത് മറിയം തന്നെയാണ്. അവൾ ഒരേ സമയം സഭയുടെയും മറിയത്തിന്റെയും പ്രതീകമായിരുന്നു. ക്രിസ്തുവിന്റെ വാഗ്ദാന പേടകം അക്ഷയമായ തടി കൊണ്ട് നിർമ്മിച്ചതാണെന്ന് പഴയ നിയമഗ്രന്ഥങ്ങൾ പറയുന്നു. സ്വർഗത്തിൽ കാണപ്പെട്ട ഈ പേടകം കുഞ്ഞാടിന്റെ അമ്മയായ മറിയം തന്നെയാണ്. 1 കൊരിന്തോസ് 12:23 ഇപ്രകാരം പറയുന്നു: ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും ഉയർക്കുക. ആദ്യം ക്രിസ്തു, പിന്നെ അവനുള്ളവർ. ക്രിസ്തുവിനുള്ളവരിൽ ഏറ്റവും പ്രിയപ്പെട്ടവളായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉയർപ്പും സ്വർഗാരോപണവും യുഗാന്ത്യത്തിന് മുമ്പേ സംഭവിച്ചുവെന്ന് ന്യായമായും കരുതാം. പരിശുദ്ധ അമ്മയുടെ പേരിൽ സിയോൻ മലയിലെ ശൂന്യമായ മറിയത്തിന്റെ കബറിടം മാത്രമാണുള്ളത്. ഭൗതികമായ ഒരു തിരുശേഷിപ്പും ഭൂമിയിൽ അവശേഷിക്കുന്നില്ല എന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു. പൗരസ്ത്യ സഭകൾ 6-ാം നൂറ്റാണ്ട് മുതലും റോമൻ സഭ 7-ാം നൂറ്റാണ്ട് മുതലും മറിയത്തിന്റെ ഉറക്കത്തിരുന്നാൾ, മറിയത്തിന്റെ അഗാധനിദ്ര എന്ന പേരിൽ ആഘോഷിച്ചിരുന്നു. ഗ്രിഗോറിയൻ ആരാധനാക്രമം അനുസരിച്ചാണ് ഈ ഉറക്കത്തിരുന്നാളിനെ സ്വർഗാരോപണ തിരുനാൾ എന്ന് പുനർനാമകരണം ചെയ്തത്. 1950 നവംബർ 1-ാം തീയതി 12-ാം പിയൂസ് മാർപ്പാപ്പ പരമകാരുണികനായ ദൈവം എന്ന തന്റെ തിരുവെഴുത്തു വഴി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. സ്വർഗാരോപിതയായ മറിയം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുദ്രിപ്പിക്കപ്പെട്ടതായി വിശുദ്ധ 12-ാം പിയൂസ് മാർപ്പാപ്പ തന്നെ 1954 പ്രഖ്യാപിക്കുകയുണ്ടായി. ദൈവവചനത്തിന്റെ സക്രാരിയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ അമ്മയെപ്പോലെ അമ്മയോടൊപ്പം നമുക്കും ക്രിസ്തുവാഹകരാണ്.